ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജപ്പൻ എന്ന് പറയുന്ന ആ പലിശക്കാരന്റെ അയാളുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ്. അയാള് പല വീടുകളിലും ഭക്ഷണത്തിനായി കയറി ഇറങ്ങുകയും എവിടെയെങ്കിലും ഒരു പന്തൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഭക്ഷണം ഇറന്ന് ചോദിച്ച് കഴിക്കുകയും അതുപോലെ തന്നെ ആരെയും ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലാണ്. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കലും കാര്യങ്ങളൊക്കെ. എന്തായാലും കല്യാണിയുടെയും കിരണിന്റെയും വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്കും ഒരുപാട് സങ്കടം തോന്നുകയാണ്. എന്തായാലും രാജപ്പനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് വിക്രം എന്ന് പറയുന്ന ദുഷ്ടനായ തൻ്റെ ആങ്ങളയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കല്യാണിക്കൊക്കെ അറിയാം. അവൻ തന്നെയാണ് അങ്ങനെ ഒരു അക്രമം ചെയ്തത്. അവൻ രാജപ്പന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ തട്ടിയെടുക്കാൻ കള്ളന്റെ വേഷത്തിൽ കള്ളന്മാരായിട്ട് അവന്റെ കൂട്ടുകാരനും കയറി അവരുടെ വീട്ടിൽ കയറി അയാളുടെ തലക്കടിച്ച് അവിടെ ഷെൽഫിലുണ്ടായിരുന്ന പൈസ മുഴുവനും എടുത്തു കൊണ്ടുപോയതാണ്. തന്നെയല്ല, ഒരുപാട് സമയത്ത് ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുള്ള സമയത്ത് പ്രകാശൻ അഹങ്കാരിയായിരുന്ന സമയത്ത് പ്രകാശന് ഒരുപാട് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന രാജപ്പൻ. എന്തായാലും രാജപ്പന്റെ ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ കല്യാണിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഈ കാർത്തികയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ആ വീട്ടിൽ പന്തലിട്ടിരിക്കണ കാണുമ്പോൾ അവിടേക്കും എത്തുകയാണ് രാജപ്പൻ. അങ്ങനെ ഭക്ഷണം ചോദിച്ച് പിന്നാമ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം ഒരു ട്രിപ്പ് കഴിച്ചതിന് ശേഷം അടുത്തത് ചോദിച്ച് അത് പെട്ടെന്ന് എത്താത്തതിലുള്ളൊരു ദേഷ്യവും അപ്പം തന്നെ അവന് അവിടെ നിന്ന് ആ ഒരു ദേഷ്യം മാറി പെട്ടെന്ന് എന്തോ പൈസയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തലയിൽ കയറും. അതുപോലെ തന്നെ ഇടയ്ക്ക് ചിരിക്കുന്നു, ഇടയ്ക്ക് കരയുന്നു. അങ്ങനെയൊരു രീതിയിലാണ് രാജപ്പൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ നിന്നും പോയതിന് ശേഷം കല്യാണി പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊരു അവസ്ഥ അദ്ദേഹത്തിന് വരാൻ പാടില്ല. അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് അച്ഛനെയൊക്കെ. അതുകൊണ്ട് ഈ ഒരു കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം രാജപ്പന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കണം. അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരത അത് ആദ്യത്തെ പോലെ ആക്കുകയും അതുപോലെ തന്നെ അച്ഛൻ അപ്പോൾ അങ്ങനെ എന്തായാലും കഴിയുമ്പോൾ ഈ പ്രകാശൻ കൊടുക്കാനുള്ള പൈസയെക്കുറിച്ച് എന്തായാലും നമ്മുടെ രാജപ്പന് ഓർമ്മ വരും. അപ്പോഴായിരിക്കും പ്രകാശനെ ഷർട്ടിന്റെ കുത്തനെ പിടിക്കുന്നതും തൻ്റെ പൈസയെക്കുറിച്ച് ചോദിക്കുന്നതും അതുപോലെ തന്നെ തൻ്റെ തലക്കടിച്ചത് വിക്രമാണെന്ന് സത്യം വെളിപ്പെടുത്തുന്നതൊക്കെ ആ സമയത്തായിരിക്കും. അതെന്തായാലും അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന പ്രകാശൻ വാങ്ങിയ പൈസ അത് കല്യാണി തന്നെയായിരിക്കും രാജപ്പന് തിരികെ കൊടുക്കാൻ പോകുന്നതും. അതുപോലെ തന്നെ വിക്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ മകനെ ഞാൻ കൊന്നുകളയുമെന്ന് രാജപ്പൻ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അതേ സമയത്ത് നമ്മുടെ അമലവും അതുപോലെ തന്നെ വേലുവും അവരൊക്കെ അമല് വലിയ വിഷമത്തിലാണ്. വേലുവാണെങ്കിൽ ഈ പറയുന്ന ഗംഗയെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ കൊന്നു കളയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കാർത്തികയുടെ വിവാഹത്തിന്റെ ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് സ്വർണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്വർണങ്ങളൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കാർത്തികയെ കണ്ട് അമ്മമ്മയുടെ കണ്ണ് തള്ളുകയാണ്. അമ്മമ്മ പറയുന്നുണ്ട്, അതെ, ഇപ്പോൾ ചെറുപ്പമായിരിക്കുന്നത് 2 അനിയത്തിമാരെക്കാളും ചെറുപ്പമായിരിക്കുകയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാർത്തിക അങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി സുന്ദരിയായി തന്നെയാണ് കാർത്തിക അങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ കല്യാണിയും കാദംബരിയും അവർ 3 പേരും കാർത്തികയും ചേർന്നിട്ട് 3 പേരും ചേർന്ന് ഒന്നിച്ച് നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയും അവർ ഭയങ്കര സന്തോഷത്തിലൊക്കെ തന്നെയാണ്. പക്ഷെ ഉള്ളിൽ അതിനേക്കാളേറെ ഭയന്നിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അതേ സമയത്താണെങ്കിലും നമ്മുടെ ഗംഗപ്രസാദ് അവൻ താടിയും മുടിയും വെപ്പ് താടിയും മുടിയും വേഷവും അങ്ങനെ പല ഇതുകളൊക്കെ ഇങ്ങനെ കവറിലാക്കി കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതിലേത് വേഷമാണ് തനിക്ക് ചേരുക, ഇതിലേത് ഇട്ടാലായിരിക്കും തന്നെ പിടിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓരോ വേഷമൊക്കെ ഇങ്ങനെ തലയിൽ മുടിയൊക്കെ ഇങ്ങനെ വിഗൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. എന്തായാലും അതിന് ശേഷമാണെങ്കിൽ അതിലൊരു വേഷം തിരഞ്ഞെടുക്കുകയാണ്. അതായത് ഒരു അപ്പൂപ്പൻ്റെ വളരെ പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പൻ്റെ വേഷമാണ് തിരഞ്ഞെടുക്കുന്നത്. അത് വെള്ള ഷർട്ടും വെള്ള മുണ്ടും അതുപോലെ തന്നെ ഒരു വെള്ള നേരിയത് ഇങ്ങനെ തോളിലിടാനായിട്ട് അതും അതുപോലെ തന്നെ വെള്ള താടി വെള്ള മുടി അങ്ങനെ ഒരു വല്ലാത്ത കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാകില്ല അങ്ങനത്തെ ഒരു രൂപത്തിലാണ് അവൻ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും ഈ പറയുന്ന കാർത്തികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിലീപിന്റെ വീട് കാണിക്കുന്നുണ്ട്.
ദിലീപിന്റെ വീട്ടിലും നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുകയാണ്. എന്തായാലും ദിലീപ് പറയുന്നുണ്ട് കാർത്തികയ്ക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാണ്. ഒരുത്തൻ ഞങ്ങളെ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അവൻ ഏത് രൂപത്തിലാണ് ഞങ്ങൾക്ക് അരികിലേക്ക് എത്തുക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അവര് അവിടേക്ക് ഭയങ്കര കാവലാണ്, ഈ വീടിനും കാവലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷെ എന്ത് കാവൽ ഏർപ്പെടുത്തിയാലും എന്തൊക്കെ പോലീസ് തല കുത്തനെ നിന്ന് മറിഞ്ഞാലും ഈ ഗംഗയെ ഇതുവരെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് പോലീസിന്റെ ഒരു പിടിപ്പുകേട് തന്നെയാണെന്നാണ് ശരിക്കും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കിരൺ എത്ര പ്രാവശ്യം കിരൺ ഗംഗയെ പിടിച്ചിട്ടുള്ളതാണ്. ഒരു ഇത്തിരി അഹങ്കാരം ഈ പറയുന്ന കിരണിന്റെ തലയിൽ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അവനെ പല പ്രാവശ്യം കിട്ടിയിട്ടും അവനെ കൊന്നു കളയാതെ പലപ്പോഴും വിട്ട് കളയുന്നത്. അതൊക്കെ തന്നെയാണ് പിന്നീട് ഇവര് ഭീതിയിൽ ഇങ്ങനെ ഭയത്താൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നതും. അങ്ങനെ ഗംഗ വീണ്ടും ഇവരുടെ അതായത് ഈ പറയുന്ന ദിലീപിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവനെ ആരും തന്നെ സംശയിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നോക്കുന്നുണ്ട്. ആര് വേഷം മാറി വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിഷ്പ്രയാസം തന്നെയാണ് ഗംഗ ആ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. വീട്ടിലേക്ക് മാത്രമല്ല, ഈ പറയുന്ന വീടിന്റെ അകത്ത് അതായത് ദിലീപിന്റെ ബെഡ്റൂമിൽ അവിടെ മണിയറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ഒരു ബെഡ്റൂമിലാണ് അവൻ അങ്ങനെ നിൽക്കുന്നത്. ഈ ഗംഗപ്രസാദ് നിൽക്കുന്നത് കാണുന്നത്. എന്തായാലും ദിലീപ് ആണെങ്കിൽ റൂമിലേക്ക് കിടക്കാൻ എന്നോണം ആണോ എന്നല്ലെങ്കിൽ അവിടേക്ക് റൂമിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് തൻ്റെ റൂമിൽ പരിചയമില്ലാത്ത വേഷത്തിൽ ഒരാൾ നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. എന്തായാലും ദിലീപിനെ ആക്രമിക്കുന്നുണ്ട്. എന്തായാലും ഗംഗ അവനെ ഒരുപാട് തല്ലി അവനെ ഒതുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവനെ ഈ പറയുന്ന ഗംഗയെ പിടികൂടാൻ വേണ്ടി ആൾക്കാർ ഓടിയെത്തുകയാണ്. അതുപോലെ തന്നെ ദിലീപിനെ അപകടപ്പെടുത്തിയാലേ കല്യാണം മുടങ്ങുമല്ലോ എന്നൊരു ധാരണയിലാണ് ഗംഗ അവിടേക്ക് എത്തുന്നത്. പക്ഷെ ഗംഗയെ നമ്മുടെ ദിലീപിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പകരം ഗംഗയെ പിടികൂടുകയും ഗംഗ അവരെ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേലു എന്ന് പറയുന്ന ആ പയ്യൻ അവനെ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നുകളയുമെന്നൊരു അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ അമലുവിന് അവനെ കണ്ടാൽ കൊല്ലും, ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ കിരണൊക്കെ അവിടേക്ക് പാഞ്ഞെത്തുകയും കിരണൊക്കെ അവനെ പിടികൂടി ഈ പറയുന്ന കാർത്തികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവർക്കും മുന്നിലിട്ട് അവനെ തല്ലിച്ചതയ്ക്കുകയാണ്. അവന്റെ കൈകളൊക്കെ പിന്നിലേക്ക് കെട്ടിയിട്ട് കാലുകളും കെട്ടിയിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ അവനെ തല്ലിച്ചതച്ച് എല്ലാവരുടെയും മുന്നിട്ട് തല്ലിച്ചതയ്ക്കുന്നുണ്ട്. ഈ പറയുന്ന വേലുവാണെങ്കിലും അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും ആര് കൊല്ലണം എന്നൊരു തർക്കമാണ്. ഓരോരുത്തരായി പറയുന്നുണ്ട്, ഞാൻ കൊന്നോളാം സാറേ ഇവനെ എന്നിങ്ങനെ വേലു പറയുന്ന സമയത്ത് മറ്റുള്ളവരും അമല് പറയുന്നുണ്ട്, വേണ്ട എനിക്കാണ് ഇവനെ കൊല്ലാൻ അർഹത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആരാണ് ഇവരെ കൊല്ലുന്നതിൽ എന്നൊരു തർക്കത്തിലാണ് അവിടെ എല്ലാവരും ഉള്ളത്. എന്തായാലും ഈ പറയുന്ന ഗംഗയെ ഒരിക്കലും ഇനി ജീവനോട് കൂടി വിടില്ല. അവൻ എന്തായാലും ഈ ഒരു കല്യാണത്തിന് മുമ്പ് തന്നെ അവനെ തീർക്കുകയും അതുപോലെ തന്നെ കല്യാണം പോലീസിന് ഇപ്പം ഇനിയിപ്പോൾ അവരെ കിട്ടിക്കഴിഞ്ഞാൽ ആര് കൊന്നു കഴിഞ്ഞാൽ ആർക്കും ശിക്ഷ ഉണ്ടാവില്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ളതാണ്, ആർക്ക് വേണമെങ്കിലും കൊല്ലാമെന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ആര് കൊന്നാലും എന്തായാലും ശിക്ഷയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവനെ കൊന്നു കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർത്തികയുടെ വിവാഹം പിന്നീട് നല്ല ഭംഗിയായി നടത്തുകയാണ്. മനോഹർ ആണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കും. ആ കുഞ്ഞിനെ അവൻ ഒന്നും കൂടി കാണും. അവൻ കുഞ്ഞിനെ കണ്ടിട്ട് തന്നെയായിരിക്കും തിരികെ ജയിലിലോട്ട് പോകുന്നതും. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.